മത്സരത്തിന്റെ രണ്ടാം ഓവറാണ്. ഹാർദിക് പാണ്ഡ്യ വിശ്വസിച്ചേൽപ്പിക്കുകയാണ് ജസ്പ്രീത് ബുംറയെ പന്ത്. വൈഭവ് സൂര്യവംശി ആവട്ടെ മത്സരത്തിൽ ആദ്യ ബോൾ ഫേസ് ചെയ്യുകയാണ്. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. വൈഭവ് സൂര്യവംശിക്ക് ഇതുവരെ ജസ്പ്രീത് ബുംറ ഒരു പന്ത് പോലും എറിഞ്ഞിട്ടില്ല. അങ്ങനെ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആ എൻകൗണ്ടർ വരവായി. 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ആദ്യമായി ജസ്പ്രീത് ബുംറയെ നേരിടാൻ പോകുന്നു. അതിന് മുന്നത്തെ ഓവർ ദീപക് ചഹറാണ് എറിഞ്ഞത്. അത് യശസ്വി ജയ്സ്വാളാണ് ആ ഓവർ മുഴുവൻ ബാറ്റ് ചെയ്തത്. 22 റൺസാണ് രാജസ്ഥാൻ റോയൽസ് ആ ഓവറിൽ അടിച്ചു കൂട്ടിയത്. അങ്ങനെ വലിയ മൊമെൻ്റമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടാമത്തെ ഓവർ ബാറ്റിംഗ് തുടങ്ങുന്നത്. വൈഭവ് സൂര്യവംശി മത്സരത്തിൽ ഫേസ് ചെയ്യുന്ന ആദ്യ പന്തും ജസ്പ്രീത് ബുംറയെ തൻ്റെ കരിയറിൽ ഫേസ് ചെയ്യുന്ന ആദ്യ പന്തും. തീയുണ്ട, വെടിക്കെട്ട്, ബുംറ വേടിപ്പിക്കുമോ, വിറപ്പിക്കുമോ പയ്യനെ എന്നൊക്കെ പേടിച്ചു നിന്ന ഓഡിയൻസിന് മുന്നിലേക്ക് ജസ്പ്രീത് ബുംറ എറിഞ്ഞത് ഒരു സ്ലോട്ട് ഡെലിവറിയാണ്. കൃത്യമായി പിക്ക് ചെയ്ത വൈഭവ് സൂര്യവംശി ലോങ് ഓണിലൂടെ ഒരു ഫട്ടാഫട്ട് സിക്സർ. കണ്ടു നിന്ന് എല്ലാവരും ഞെട്ടി അന്താളിച്ചു പോയി. കമന്റേറ്റേഴ്സിന് വാക്കുകൾ കിട്ടാതെയായി. 15 വയസ്സുകാരനായ സൂപ്പർ കിഡ് വൈഭവ് സൂര്യവംശി ഇസ് നോട്ട് എ സൂപ്പർ കിഡ് എനിമോർ, ഹി ഈസ് എ സൂപ്പർ ഹ്യൂമൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വൈഭവിനെ എത്രയും വേഗം ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് എടുക്കണമെന്ന് ആ ഒരൊറ്റ ഷോട്ട് കണ്ടതിന് ശേഷം പലരും മനസ്സിൻ്റെ ഉള്ളിൽ വിലയിരുത്തുകയും ചെയ്തു. ബുംറയാണ് പറക്കുന്നത്. ബുംറയെ എത്ര പേർ സിക്സ് അടിച്ചിട്ടുണ്ടാവും? ആ എത്ര പേരുടെ കണക്കിൽ ഇതാ വൈഭവ് സൂര്യവംശി എന്നത് വേണമെങ്കിൽ എടുത്തോ. വിരാട് കോഹ്ലിയാണ് 40 പന്തുകളിൽ നിന്ന് ജസ്പ്രീത് ബുംറയെ 3 സിക്സറുകളോളം അടിച്ച ഒരു വ്യക്തി. അവിടെ നിന്നുകൊണ്ട് വൈഭവ് സൂര്യവംശി ആദ്യ പന്തിൽ സിക്സർ അടിക്കുകയാണ്. പക്ഷേ 6 കിട്ടിയതിന് ശേഷം സാധാരണയായി ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു 6 കിട്ടിയാലോ ഒരു ബൗണ്ടറി കിട്ടിയാലോ ബുംറ കുറച്ചൊന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. ബുംറയുടെ മുഖത്ത് ചിലപ്പോൾ ഒരു ദേഷ്യം കാണാം, എന്നെ ബൗണ്ടറി അടിക്കാനായോ എന്നൊക്കെ ചിന്തിക്കുന്ന ജസ്പ്രീത് ബുംറയെ നമ്മൾ ചിലപ്പോൾ കാണും. ചിലപ്പോൾ ജസ്പ്രീത് ബുംറ നെവർ മൈൻഡ് ആക്കി തിരിച്ച് റണ്ണപ്പിലേക്ക് പോകും. പക്ഷേ ഇവിടെ കണ്ടത് വളരെ വ്യത്യസ്തനായ ഒരു ജസ്പ്രീത് ബുംറയാണ്. ബുംറയെ അടിച്ചത് ലോങ് ഓണിലൂടെയാണ്, ഒരു പടുകൂറ്റൻ 6 ആണ്. പക്ഷേ അടി കിട്ടിയതിന് ശേഷം ചിരിച്ചുകൊണ്ടാണ് ബുംറ നടന്നുപോയത്. ബുംറ മാത്രമല്ല, മുംബൈ ഇന്ത്യൻസിലെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെ ചിരിച്ചു. ആ ചിരി കളിയാക്കലിൻ്റെ ചിരി ആയിരുന്നില്ല, ഒരു അഭിമാനത്തിൻ്റെ ചിരിയായിരുന്നു. നീ മറ്റൊരു ഫ്രാഞ്ചൈസിൽ നിലവിൽ കളിക്കുന്നു എന്നല്ലേ ഉള്ളൂ, പക്ഷേ നീ വളർന്നു വരുന്നത് ഇന്ത്യയുടെ സ്വത്തായിട്ടാണ് എന്നുള്ള ചിരി, അത് ബുംറയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും മുഖത്ത് പ്രകടമായിരുന്നു. എന്തായാലും IPL ഫ്രാഞ്ചൈസ് മറന്നുകൊണ്ടുള്ളൊരു മൊമെൻ്റ് കൂടിയായിരുന്നു അത്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ളൊരു തോന്നലുണ്ടാക്കിയ ഒരു നിമിഷവും കൂടിയായിരുന്നു അത്. പക്ഷേ ഈഗോ ഒന്നും അടിക്കാതെ ജസ്പ്രീത് ബുംറ വളരെ രസകരമായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തപ്പോഴേക്കും ക്രിക്കറ്റ് ലോകത്തിന് തന്നെ വല്ലാണ്ട് രോമാഞ്ചമടിച്ചൊരു മൊമെൻ്റായി അത് മാറുകയായിരുന്നു. വൈഭവ് സൂര്യവംശി, നമ്മൾ എത്രയോ വട്ടം ഈ മനുഷ്യൻ്റെ പേരിങ്ങനെ എടുത്തെടുത്ത് പറയാറുണ്ട്. ഈ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്. എത്ര ഇന്നിങ്സുകൾ ഈ മനുഷ്യൻ അതിഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ മത്സരത്തിൽ 50, രണ്ടാമത്തെ മത്സരത്തിൽ 30 വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മികച്ച ഇന്നിങ്സ്. അങ്ങനെ തുടരെയുള്ള ഇന്നിങ്സുകൾ വൈഭവ് സൂര്യവംശി നൽകുന്ന ഇമ്പാക്റ്റ് രാജസ്ഥാൻ റോയൽസിന് ചെറുതൊന്നുമല്ല. യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണിങ്ങിന് ഇറങ്ങുമ്പോൾ 2 ഇടം കയ്യൻ ബാറ്റർമാർ രാജസ്ഥാൻ റോയൽസ് ആ ഫീൽഡ് മുഴുവൻ ആ ബാറ്റിൽ ഫീൽഡാക്കി സ്വന്തമാക്കിയെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുമില്ലേ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ വൈഭവ് സൂര്യവംശി ഒരു തരത്തിലും ആരെയും പേടിക്കുന്നില്ല. അതിപ്പോൾ ജസ്പ്രീത് ബുംറയായാലും ഒരു പാർട്ട് ടൈം ബോളറായാലും എനിക്കൊരൊറ്റ കളിയേറിയാവും, അത് വരുന്ന പന്ത് അട്ടിച്ച് പറത്തി സ്റ്റാൻസിലോട്ട് ഇടുക എന്നുള്ളത് തന്നെയാണ് വൈഭവ് സൂര്യവംശി ചെയ്യുന്നതും അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഇന്നിങ്സ് ഞാൻ വിശ്വസിക്കുന്നത് അണ്ടർ-19 ഫൈനലിൽ കളിച്ച മത്സരമാണ്. 80 പന്തിൽ നിന്നും 175 റൺസ് നേടുക എന്നുള്ളത് ഇന്ത്യയുടെ അണ്ടർ-19 ഫൈനലാണെന്ന് നോക്കുക. അതായത് വൈഭവ് കളിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. അതുപോലൊരു മത്സരത്തിൽ പ്രഷർ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. കാരണം ജയിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് മനുഷ്യൻ 175 റൺസ് അടിക്കുന്നത്. ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് 175 റൺസ് 80 പന്തുകളിൽ നിന്ന് അടിക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ലല്ലോ. അതോടൊപ്പം തന്നെ അയാൾ കളിക്കുന്ന മത്സരങ്ങൾ ഇപ്പോൾ IPL ആയാൽ പോലും എന്തൊക്കെയാണെന്നത് കൂടി ഓർക്കുക. 10 കോടി രൂപയോളം വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാൻ തയ്യാറായിരുന്നു രാജസ്ഥാൻ റോയൽസ് എന്നതാണ് കണക്കുകൂട്ടൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന ആളുകളിൽ 10 കോടിയല്ല 20 കോടിക്ക് പോലും വൈഭവിനെ കിട്ടാതെ വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഒരുപക്ഷെ അതിനു മുകളിലൊക്കെ പോകും. ഇതേ ഫോമിലും ടെമ്പറമെൻറ്റിലുമാണ് വൈഭവ് സൂര്യവംശി മുന്നോട്ട് പോകുന്നതെങ്കിൽ. എന്തായാലും മത്സരത്തിന് വളരെയധികം ഹൈലൈറ്റായി നിന്നൊരു മൊമെൻറ്റും കൂടിയായിരുന്നു അത്. ടോസ് നേടിയ മുംബൈ രാജസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. വല്ലാണ്ട് മഴ പെയ്യുന്നൊരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ
ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നത്. മത്സരം പ്രതികൂലമായിട്ടാണ് മുംബൈ ഇന്ത്യൻസിന് മാറിയതെങ്കിൽ പോലും ഏതൊരു ക്യാപ്റ്റനും ആ ഒരു സാഹചര്യത്തിൽ ടോസ് നേടിക്കഴിഞ്ഞാൽ ബൗളിംഗ് തന്നെ തിരഞ്ഞെടുക്കും. ആകെ അതിന് വിപരീതമായി എടുത്തത് KKRന്റെ ക്യാപ്റ്റനായ അജിങ്ക്യ രഹാനെയായിരുന്നു. അത് എന്തുകൊണ്ട് ആ ഒരു തീരുമാനമെടുത്തതെന്ന് രഹാനെയ്ക്ക് പോലും അറിയുമോ എന്ന് സംശയമുണ്ട്. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് അനായാസമായി ജയിച്ചു ചേർന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. യശസ്വി ജയ്സ്വാളാണ് മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി നിന്നത്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.